ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത സിനിമയുടെ റിവ്യൂമായിട്ടാണ്. വിനീത് ശ്രീനിവാസൻ, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സിനിമയുടെ ആ ഒരു രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത്. മാജിക് എന്ന് പറഞ്ഞാൽ പക്ക മാജിക്. ഈ വിനീത് ശ്രീനിവാസന് മാത്രം സാധിക്കുന്ന ഒരു അസാധ്യ കഴിവാണ് അത്. എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പിനെയും ലവിനെയും ആ ഒരു എന്താ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ എന്നല്ല. ഞാൻ 3 മണിക്കൂർ ഒരു സിനിമ സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ പെർഫോമൻസ് കൊണ്ടുള്ള അഴിഞ്ഞാട്ടാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറെ എന്റർടൈൻമെന്റ് എലമെന്റ്സ് എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രസമുള്ള ഒരു സിനിമയാണ്. ഒരു സിനിമയുടെ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി പറയാൻ കഴിയാം, എനിക്ക് ഒരു 3 മണിക്കൂർ മാജിക് ആണ് സത്യം പറഞ്ഞാൽ. ഒരു കർട്ടൻ തുറന്നിട്ട് കുറെ മാജിക് കണ്ടിട്ട് കർട്ടൻ താഴ്ത്തുന്ന ഒരു ഫീൽ സത്യം പറഞ്ഞാൽ സിനിമയുണ്ടായിരുന്നു. കഴിയരുതേ എന്ന് വരെ തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് അവസാനത്തേക്ക് എത്തുന്ന സമയത്ത്. അത്രയും എത്ര പറഞ്ഞാലും അത് മതിയാവാത്ത ഒരു അനുഭൂതിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിനീത് ശ്രീനിവാസന്റെ സിനിമകൾ എന്ന് പറയാം. തട്ടത്തിമറയത്ത് കണ്ടപ്പോഴും, അതേപോലെ ഹൃദയം കണ്ടപ്പോഴും, അതേപോലെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴൊക്കെ മൂന്ന് തരാണ്. ഇതിനെ മൂന്നേ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. അതും ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. നമ്മളൊരു സംവിധായകന്റെ സിനിമ കാണുന്ന സമയത്ത് അതിന് ഇന്നതുമായിട്ട് തട്ടിച്ചു നോക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ വിനീത് ശ്രീനിവാസന്റെ സിനിമകളെ നമുക്ക് അന്ന് ലെവലെത്തി എന്ന് പറയാൻ കഴിയില്ല. കാരണം മൂന്ന് തരാണ്. ആ ലെവലിലാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത്. ഫ്രം ദ ഹാർട്ട്. അങ്ങനെ ഈ സിനിമ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എടുത്താലേ ഈ സിനിമയ്ക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിൽ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇന്നത്തെ കാലഘട്ടം അറിയാലോ, ഈ സിനിമയെ തന്നെ പറയുന്നുണ്ട്. കുറെ ക്രിഞ്ച് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഇന്നത്തെ ഒരു ജനറേഷന്റെ അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരു രീതി, നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ ജനറേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഈ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവുന്നതാണെങ്കിലും ലവ് ആണെങ്കിലും പലതും ക്രിഞ്ചായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതില് ഹൃദയം കണ്ട് ക്രിഞ്ചായവർക്ക് ഇതിലും ചിലപ്പോൾ ഒരു പക്ഷേ ക്രിഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ OTT സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിഞ്ച് തോന്നിയേക്കാം. എന്തും ക്രിഞ്ചാണെന്ന് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ആളുകളിലേക്ക് കൺവിൻസ് ചെയ്യിക്കുക അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല, വളരെ എഫേർട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ വിനീത് ശ്രീനിവാസൻ ഒരു ഭയങ്കര സംഭവമാണ്. അസാധ്യ കഴിവുള്ള മനുഷ്യനാണ്. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. കുറെ സെലിബ്രേഷൻ മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ക്രൗഡുള്ള തിയേറ്ററിൽ പോയി കാണണം കേട്ടോ. അല്ലാതെ 2-3 ആളുകളൊക്കെ കയറുന്ന ചെറിയ മൾട്ടിപ്ലക്സ് തിയേറ്ററിലൊന്നും പോയിരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈ സിനിമേന്റെ ആ ഒരു വൈബ് സത്യം പറയാൻ കിട്ടില്ല. ഈ സിനിമ എന്താണെന്ന് അറിയണമെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ കയ്യടിയും വിസിലുകളിയും സന്തോഷമൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു മൊമെന്റിലാണ് ഈ സിനിമ ആസ്വദിക്കുന്നത്. ഇതിലെ ഓരോ വിഷ്വൽസ്, സിനിമയുടെ തുടക്കം തന്നെ ഒരു BGM വർക്ക് ഉണ്ട്. അതായത് ക്രെഡിറ്റ്സ് ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിലേക്ക് എടുത്ത് കൊണ്ടുവന്നൊരു കുക്ക് ചെയ്യുന്നൊരു സാധനമുണ്ട്. നമ്മുടെ വരവീണ മൃദുപാണി എന്നുള്ള പാട്ട് വെച്ചിട്ടാണ് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ നെയിം കാണിക്കുന്നത്. അത് തൊട്ട് തന്നെ സിനിമ നമ്മളെ വേറെ ഏതോ ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യാത്ത 2 ആൾക്കാർ, ധ്യാൻ, പ്രണവ്. നിവിൻ പോളി പോക്കട്ടെ, നിവിൻ പോളി നമുക്കറിയാലോ പക്ഷെ ധ്യാനെയും പ്രണവിനെയും നമ്മൾ ഇത്രയും കാലിബർ ഉള്ള ആക്ടേഴ്സ് ആണെന്നുള്ളത് ഞാൻ ജന്മത്തോടും ചിന്തിച്ചില്ല. നമ്മൾ മലയാളികൾ ആരും പ്രതീക്ഷിക്കുന്നതിന്റെ അത്രയും ലെവലിലേക്കാണ് ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ആയിക്കോട്ടെ, ഇവരുടെ തമ്മിലുള്ള കെമിസ്ട്രി ആയിക്കോട്ടെ, തമാശ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏത് ജനറും ഇവർ അത്രയും സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ തുടക്കത്തിൽ എനിക്ക് ആ ചിരിയും തമാശകളൊന്നും അത്ര അങ്ങോട്ട് ഉള്ളിലേക്ക് തട്ടിയില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ഏതൊക്കെയോ 2-3 ആംഗിളിലൊക്കെ പക്ക നമ്മുടെ ലാലേട്ടനെയാണ് സത്യം പറഞ്ഞാൽ പ്രണവിലൂടെ കാണാൻ പറ്റിയത്. അതുപോലെ ധ്യാനിലേക്ക് എത്തുമ്പോൾ ധ്യാനിന്റെ ആ ഇമോഷണൽ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇമോഷണൽ സൈഡ്, അതേപോലെ ഡയലോഗ് ഡെലിവറി, ചെറുപ്പക്കാരനാകുമ്പോഴുള്ളതും അതേപോലെ പ്രായമാകുമ്പോഴൊക്കെ ഉള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ ഞെട്ടിച്ചു പറഞ്ഞാൽ ഇതിൽ ഇവര് രണ്ടുപേരും പാളിപ്പോയില്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല. ഇവരാണ് ഈ സിനിമയെ ഫസ്റ്റ് ഹാഫ് സിനിമയെ കൊണ്ടുപോകുന്നത്. ഈ 2 പേരാ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നിവിൻ പോളിയുടെ എൻട്രി ഉണ്ട്. പിന്നെ വേറൊരു നടനും കൂടി ഇതിൽ ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. കുറെ പേരുടെ എൻട്രി തിയേറ്ററിൽ വലിയൊരു ഓൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ ഒരു 3 മണിക്കൂർ ഒരു മാജിക്കൽ മൊമെന്റ്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ എന്റെ അറിയുന്നവർക്കൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെക്കേഷൻ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി തിയേറ്ററിൽ കയറി കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ തിരിച്ചിറങ്ങാൻ പറ്റിയ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. കുറെ ചിരിക്കാം, കുറെ നമ്മുടെ ഇമോഷൻസ്
നമ്മുടെ ഉള്ളിൽ ആ ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. എന്നെയൊക്കെ സംബന്ധിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റിയെ നമ്മളിങ്ങനെ അറിയുന്ന സിനിമകളിലൂടെയാണ്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം നന്മയുണ്ട്, എത്രത്തോളം നമുക്ക് റിലേഷൻഷിപ്പ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആത്മബന്ധങ്ങൾ എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സീനുകൾ നമ്മളിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണ്ടോന്ന് അറിയാം. ഉദാഹരണത്തിന് പാടി ജീവിതം കാണുന്ന സമയത്ത് നമ്മൾ ആ വിങ്ങൽ നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആ ഇമോഷൻ ഇല്ല എന്നാണ് അർത്ഥം. സോ ഇതില് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയില് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ്, ലവ്, കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിലും അതിന്റെ എന്തോ ഒരു ചെറിയ അംശം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ സിനിമ കാണുമ്പോൾ നമ്മളിൽ ഈ ഇമോഷൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴുള്ള ആ ഒരു ഇമോഷൻ, ഒരു ഒന്നിക്കുമ്പോഴുള്ള ഇമോഷൻ, അവർ തമ്മിലുള്ള പ്രയാസങ്ങളുടെ അങ്ങനെ കുറെ ഇമോഷണൽ മൊമെന്റ്സിനെ വളരെ വൃത്തിയായിട്ട് കണക്ട് ചെയ്യിക്കാൻ വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നുണ്ട്. അതൊരു മാജിക് തന്നെയാണ്. നമ്മുടെ തട്ടത്തിമറയത്തിലാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും പോലും മ്യൂസിക് കൊണ്ടൊരു കളി കളിക്കും. നമ്മുടെ അതേപോലെ ജേക്കബിന്റെ സ്വർഗരാജ് ആണെങ്കിലും മ്യൂസിക് കൊണ്ട് ഒരു മാജിക് കാണിക്കും. ഇടയ്ക്ക് വിനീതിന്റെ വോയിസ് വരും. അപ്പോഴേക്ക് നമ്മൾ വേറെ ഏതോ ഔട്ട് ഓഫ് ദി വേൾഡിലേക്ക് നമ്മൾ പോകും. ഇതുപോലെ ഇതിലെ ജ്ഞാപകം എന്നുള്ള സോങ് ഒന്നും പറയില്ല. പിന്നെ ഇത് വന്നതിന് ശേഷം നമ്മൾ കേട്ടു നോക്കി. ജ്ഞാപകം, പിന്നെ ജീവിതഗാഥകൾ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിനെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് അമൃത് രാംനാഥ് പറയുന്ന പുതിയൊരാളാണ്. പുതിയ ആളാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിലുള്ള ഗംഭീര അഴിഞ്ഞാട്ടാണ് മൂപ്പര് ഈ സിനിമയിലെ ഫസ്റ്റ് സിനിമയിൽ കൂടി തന്നെ നടത്തിയത്. കൺഗ്രാചുലേഷൻസ്, കീപ് ഇറ്റ് അപ്പ്. അടുത്ത താരം നമ്മുടെ നിവിൻ പോളി. വന്ന തിയേറ്റർ ഓളുണ്ടാക്കി കസറി പറയാൻ വാക്കുകളില്ലാത്ത ലെവലിലേക്ക് സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. നിവിൻ പോളിയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ നിവിൻ പോളി ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും ഇന്ന് പറയുന്നത്. കാരണം അവരുടെ ആരാധകർ മറ്റുള്ള നമ്മളിപ്പോ ഫാൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഈ മറ്റു നടന്മാർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. എന്നാൽ പോലും നമ്മുടെ പൊതുവെയുള്ള ഒരു ഫാനിസത്തിന്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ സമയത്ത് അവർക്ക് എതിരാളികളായിട്ട് കാണുന്ന കുറെ നടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവരോട് എന്ത് പറയണം നമ്മൾ ആഗ്രഹിക്കുന്നോ അത് നിവിൻ പോളി സിനിമയിലൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നെപ്പോട്ടിസം, ഗ്രൂപ്പിസം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ വല്ലാത്ത രീതിയിൽ അദ്ദേഹം വളരെ സൂപ്പറായിട്ട് സിനിമയിൽ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. തന്റെ കൂട്ടുകാരനാണല്ലോ വിനീത് ശ്രീനിവാസനാണല്ലോ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വിനീത് ശ്രീനിവാസൻ ഒരുപക്ഷെ തന്റെ കൂട്ടുകാരൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ഉയർത്തി കൊണ്ടുവരാനുള്ള വലിയൊരു ചാൻസ് സിനിമയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് നിവിൻ പോളി കിട്ടിയ ചാൻസിനെ സൂപ്പറായിട്ട് നിവിൻ പോളി സത്യം പറഞ്ഞാൽ ഇതില് നിവിൻ പോളിന്റെ ഇപ്പോഴത്തെ റിയാലിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നിവിൻ പോളി ഏത് അവസ്ഥയിലാണോ മലയാള സിനിമയിൽ നിൽക്കുന്നത് അത് തന്നെയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് സീക്വൻസിലൊക്കെ നിവിൻ പോളിന്റെ പെർഫോമൻസിൽ സത്യം പറഞ്ഞാൽ സീറ്റിൽ ഇരിക്കാനാവുന്നില്ല. നമ്മളിങ്ങനെ എണിക്കണം എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കുറെ സീനൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു 3 മണിക്കൂർ മാജിക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു മാസ് മസാല സിനിമ എക്സ്പെക്ട് ചെയ്യരുത്. ഒരു ഫീൽ ഗുഡ് മൂവിക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ പോവുക, വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക. ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നതിൽ ഈ സിനിമയും കൂടി നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു സിനിമകൾ ഇനി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൂടി കാണണം. മറ്റു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും